നീ എൻ്റെ ഡ്രൈവറെ അടിക്കുമോടാ എന്നാണ് ചോദിച്ചത്. ഞാൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അന്നേരം എൻ്റെ അഡീഷണൽ എസ് ഐ പ്രായമുള്ള ഒരാളാണ്, തിരുവനന്തപുരം നഗരത്തിൽ പല സ്ഥലത്ത് ഇരുന്ന ആളാണ്. അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുതിയിട്ട് എന്നെ വട്ടം കയറി പിടിച്ചു. നീ എൻ്റെ ഡ്രൈവറെ അടിക്കുമോ എടാന്നാണ് വിളിച്ചത്. ഞാൻ സാധാരണ പെട്ടെന്ന് പ്രതികരിക്കും. അത് എൻ്റെ അഡീഷണൽ എസ് ഐക്കും അറിയാം, പോലീസുകാർക്കൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം എന്നെ വട്ടം കയറി പിടിച്ചു. ഏതായാലും മധുവിൻ്റെ പിതാവും ഞെട്ടിപ്പോയി, പേടിച്ചു പോയി. കാരണം അദ്ദേഹം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് തിരുവനന്തപുരത്തെ മേയറായിരുന്നെന്നും മധുവിൻ്റെ പിതാവായിരുന്നെന്നും ധാരാളം കണ്ണമൂല ഭാഗത്തുമൊക്കെ ധാരാളം സ്വത്തിന് ഉടമയാണെന്നും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ കാണിച്ചത് വിവരക്കേടാണ് എന്ന് എനിക്ക് പിന്നീട് തോന്നി. പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇത്തരം ധൈര്യസമേതത്തിന് ഒരാളെ കയറി, ഒരു ഓഫീസറെ കയറി എടാന്ന് വിളിച്ച്, അന്നത്തെ കാലം ഞാൻ എന്തായാലും അഡീഷണൽ എസ് എന്നെ വട്ടം കയറി പിടിച്ചതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മധുവിൻ്റെ അച്ഛനാണ് എന്ന് ചെവി പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിനെ പിടിച്ച് അകത്ത് മുറിയിൽ കൊണ്ടുപോയി നിർത്തി. ഒരു ട്രസ്പാസിന് കേസെടുക്കും, അതാണ് എൻ്റെ മനസ്സിൽ. ഞാൻ സ്വന്തമായിട്ടാണ് കേസെടുക്കുന്നത്, എൻ്റെ കയ്യക്ഷരത്തിലാണ് കേസെടുക്കുന്നത്. പോലീസുകാരുടെ സഹായം അന്നും ആവശ്യമില്ല. അന്ന് GD എഴുതി, അതുപോലെ തന്നെ FIR അതിനെ തയ്യാറാക്കും. അന്ന് കാർബൺ കോപ്പി വെച്ചിട്ടാണ് FIR തയ്യാറാക്കുന്നത്. അതിനൊക്കെ പേപ്പർ എടുത്ത് വെച്ചു.